കുഞ്ഞിന് തന്നെ ആദ്യം ഫോൺ എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ പറയാതെ ഇല്ല. ആ ഇതാണ് കല്യാണപ്പെണ്ണ്, നല്ല ചുന്തിരിയായിട്ടില്ലേ? പക്ഷെ നല്ല രസമുണ്ടല്ലോ, ഗ്ലോ ഒക്കെ ഉണ്ട്. ഹായ് ഗായ്സ്, എല്ലാവരും കെന്നയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു മാസം കൂടെ കാത്തു. ഫുഡ് എന്താന്ന് നോക്കാൻ വേണ്ടി പോകുന്നതായി. ലോക്കാണോ? ഇവിടെ വണ്ടി ഒതുക്കിയിരുന്നേ കടലിൽ. നീ ഇത് ഇടുകയാണെങ്കിൽ ഓഡിയോ എന്തിനാ പറയുന്നതില് കാറും പാർക്ക് ചെയ്തിട്ട് വരുന്ന 3 പേര്, അല്ല സോറി 4 പേര് വെച്ചില്ല. ഒരു കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ആഹാ നല്ല ഫ്രെയിം നോക്ക്. ഇനി കണ്ണില്ലേ പതുക്കെ അങ്ങനെ നമ്മള് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഹോം സ്റ്റേയിലെത്തി. അനുമോളുടെ നൈറ്റ് ടു ബി ഷൂട്ടാണ്. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര നോയ്സാണ്, കാരണം ലെൻസ് വെക്കുന്നതിന്റെ ശബ്ദമാണ്, വേറെ ഒന്നുമല്ല. സോ ഇവിടെ മസ്താനിക്ക് ലെൻസ് വെച്ച് കൊടുക്കുകയാണ് ആദില നൂറ. അപ്പം നമ്മൾ വർക്കലയിലാണ് ബ്രൈറ്റ് ടു ബി. ഇപ്പം എൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാനും ലെൻസൊക്കെ വെച്ചു കേട്ടോ. എല്ലാവരും ഭയങ്കര ത്രില്ല്. ഓരോരുത്തർക്ക് ലെൻസ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ലെൻസ് എക്സ്പേർട്ടാണ്. നിലയും ആദിലയും നൂറ. അയ്യോ നിലയ്ക്കോ ലെൻസ്? അതെ മസ്താനി കണ്ണടച്ചിരിക്കുന്നു, ലെൻസ് വെച്ചിട്ട് കരയുന്നു, പേടിച്ചിട്ടിരിക്കുകയാണ്. ഗൈസ് മസ്താനിനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീല കിടന്നുറങ്ങുന്നു, ആദില കിടന്നുറങ്ങുന്നു, നൂറ കിടന്നുറങ്ങുന്നു. കല്യാണ പെണ്ണങ്ങനെ ഒരുങ്ങുന്നു. എല്ലാം കാണിച്ചിട്ട് എന്തൊക്കെയോ ഉണ്ടല്ലോ. കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ, എന്ത് കണ്ടന്റ് കൊടുക്കാനാ? ഇതാണ് എൻ്റെ മേക്കപ്പ്. ഇനി ഹെയർ സെറ്റ് ആക്കാനുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഗ്ലോ. ഞാൻ ഫസ്റ്റ് ടൈം വ്ളോഗ് എടുക്കുന്നുണ്ട്. ഇവിടെ നോക്കണോ ഇവിടെ നോക്കണോ? ഇവിടെ നോക്കുമ്പോൾ കോങ്കണ്ണ പോലെ, അപ്പോൾ ഇവിടെ തന്നെ നോക്കി സംസാരിക്കാം. അപ്പോൾ ഞങ്ങൾ വർക്കലയിലാണ്. വർക്കലയിൽ വെച്ചാണ് നമ്മുടെ ബ്രൈറ്റ് ടു ബി ഷൂട്ടും കാര്യങ്ങളൊക്കെ. പാവാനും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ, കാരണം ഞങ്ങളെല്ലാവരും മേക്കണം, ഫുഡ് കൊടുക്കണം. ഇതേ മസ്തുവിൻ്റെ മേക്കപ്പ് കാര്യം നല്ല രസമുണ്ടല്ലേ, കൊള്ളാം. ആഗ്രഹിച്ച് അങ്ങനെ അനുമോളുടെ ബിഗ് ഡേ, ഫസ്റ്റ് ടൈം വ്ളോഗിങ്. ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഇതാണ് ഫസ്റ്റ് അനുമോളുടെ ജീവിതത്തിലെ ഏറ്റവും അടിപൊളി ഒരു ദിവസമാണ്. ഈ ചേച്ചി കേട്ടോ, ശിവ ചേച്ചിയാണ് ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്ത് തന്നത്. പാവ ഒറ്റയ്ക്ക് ഇരുന്ന് കഷ്ടപ്പെടുകയാണ്. പാവൻ നൂറ കുട്ടി കിടന്നുറങ്ങുക, നല്ല ക്ഷീണമുണ്ട് ഡ്രൈവ് ചെയ്ത്. അതിൻ്റെ ഇപ്പുറത്ത് നില കിടക്കുന്നുണ്ടോ, നില ചെറിയ വാവേനെ പോലെ. നില എൻ്റെ തീരെ ചെറുത്. ഇപ്പം എനിക്ക് പേടി പോയിട്ടോ, എനിക്ക് തുടക്കത്തിൽ നിലേനെ പേടിയായിരുന്നു. കോമ്പിനേഷൻ അനു കെട്ടിപ്പോകുന്ന എൻ്റെ സങ്കടത്തിൽ അതില്ല. ചേച്ചിക്കുന്ന ചമ്മലൊന്ന് ബ്ലോഗിങ് കാണാൻ. ബ്രൈഡ് തന്നെയാണ്, എല്ലാവർക്കും ഹെയറും ചെയ്ത് കൊടുക്കുന്നു. ചീത്ത കേൾക്കണമെന്നുണ്ടെന്നുള്ളൂ.
നൂറ എന്താ മേക്കപ്പ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നേ? ലാസ്റ്റ് ഇനി നൂറയും കൂടെ ഉള്ളു. നൂറേനും ഇല്ല. അതെ, നിലേനേയും കൂടെ മേക്കപ്പ് ചെയ്ത് സെറ്റ് ആക്കണം. പ്രസൻസ് ആറോന്നൊക്കെ അതെ, അത് തന്നെ റെക്കോർഡായി. നൂറമോൾ റെഡിയാവാണ്. ഇതാണ് അനുവിന്റെ ചേച്ചി. ഇതാണ് അനുവിന്റെ കോസ്റ്റ്യൂം. ഇതാണ് അനുവിന്റെ നല്ല അടിപൊളിയായിട്ടില്ലേ. അവിടെ മസ്താനി എല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. നിലേനെ കൊഞ്ചിപ്പിച്ചുകൊണ്ട് വന്നപ്പോ തൊട്ട് നിലേനെ. അതെ അതെ, ഇതാണ് ശിവചേച്ചിയാണ് എല്ലാവർക്കും മേക്കപ്പ് ചെയ്ത് തൊട്ട്. ഇതാണ് ഞാൻ പിന്നെ ജസ്റ്റ് കറങ്ങിക്കോ. നോക്ക് യെസ്, അങ്ങനെ ഞങ്ങളെല്ലാവരും ഏകദേശം റെഡിയായി കഴിഞ്ഞു. അപ്പം ഞങ്ങളെല്ലാവരും ഏകദേശം സെറ്റായി കഴിഞ്ഞു. അനുമോള് റെഡിയായി. 4 o'clock ഫോട്ടോഷൂട്ട്. ആദില, നൂറ, മസ്താനി, ഞാൻ. ഞങ്ങളെല്ലാവരും ഇന്നത്തെ ഒരു കളർ ടീമിലുള്ള ഔട്ട്ഫിറ്റ്സ് ആട്ടോ. എല്ലാവരും റെഡിയായി കഴിഞ്ഞു. ഇനി ഞങ്ങൾ നേരെ വർക്കലയിൽ പോയി ഫോട്ടോഷൂട്ട്. എന്താണ് എന്നാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ വ്ളോഗിങ്. ബ്രൈഡ്സ് ആൻഡ് ബ്രൈഡ് ആലിയ ഭട്ട് നോക്കൂ. അവിടെ ആരും ചോദിച്ചില്ല. മസ്താനി നല്ല സുന്ദരിയായിട്ടുണ്ട്. എല്ലാവരും നല്ല സുന്ദരിയായിട്ടുണ്ട്. അപ്പോൾ ദിസ് ഈസ് അവർ ബ്രൈഡ് അനു. ഭയങ്കര സുന്ദരിയായിട്ടില്ലേ? നല്ലോണം പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ ചീത്ത പറയോ? ഞങ്ങളെല്ലാവരും ഒരുങ്ങി കഴിഞ്ഞു. ഇനി ഞങ്ങൾ വർക്കല ട്രിപ്പ് ഈസ് ലൈഫ് എന്ന് പറഞ്ഞ റിസോർട്ടിലേക്കാണ് പോകുന്നത്. അവിടെ വെച്ചാണ് നമ്മുടെ ബ്രൈഡ് ടു ബി ഫോട്ടോഷൂട്ട് നടക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ മേക്കപ്പ് രാവിലെ തുടങ്ങിയ അങ്കാണ്. ഇപ്പോഴാണ് സമയം 4:52, 4:45 എല്ലാവരും റെഡിയായി കഴിഞ്ഞത്. പിന്നെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ബൈ. നിലുവിൻ്റെ ഐറ്റംസ് ഉണ്ടോ? ആ യെസ്, ഇതൊക്കെ അനുവിൻ്റെ കസിൻസാണ്, കസിൻ സിസ്റ്റേഴ്സാണ്. എല്ലാവരും ഒരുങ്ങി സുന്ദരികളായിട്ടിരിക്കുകയാണ്. നോക്കൂ, ഇനി നമ്മൾ വണ്ടിയിൽ വന്നിരിക്കുകയാണ്. ഇതാണ് ബ്രൈഡ്. യെസ്, വെൽക്കം ബ്രൈഡ്. വെൽക്കം ബ്രൈഡ്. അവിടെ വരുമ്പോ ഇതുപോലെ പറയണം കേട്ടോ. ആ യെസ്, ഓഫ് കോഴ്സ്. ബ്രൈഡ് അനുമോള് വന്നു. മസ്താനി ഗാനം സെറ്റിലായി ഫ്രണ്ടില്. അയ്യോ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വ്ളോഗ് എടുക്കുന്നത്. മസ്താനി ഇതിന് വേണ്ടി ഒരു പ്രാവശ്യം എടുത്തിട്ടുണ്ട്, പക്ഷെ ഇടാറില്ല. ഞങ്ങൾ രണ്ടുപേരും വലിയ നേരത്തെ എടുക്കുന്നുണ്ട്, പക്ഷെ ഇടുമില്ലോ ഒന്നും അറിയത്തില്ല. പാക്കിലേക്ക് ആക്കി അതിലേത് കൊളാബറേഷൻ വിത്ത് അനുമോൾ. ആനിവേഴ്സറി കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി ഞാൻ ഓക്കെ ഓക്കെ. നമ്മള് മാത്രമേ പ്രതീക്ഷിച്ചേക്കാളും ഞാൻ പ്രതീക്ഷിച്ചേക്കാളും നന്നായിട്ട്
ഞങ്ങളുടെ ബ്രൈഡ് കഴിഞ്ഞിട്ടില്ല. സ്റ്റിൽ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റിന് വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് ബഹളം കൂട്ടുന്നത്. അതെ അതെ അതെ. ഇതാണെങ്കിൽ നല്ല കേക്ക് ഉണ്ട്, നല്ല കേക്ക് കൊതിയാവുന്ന തിന്നാലോ. അതെ തിന്നാം. ഞങ്ങൾ കേക്ക് കഴിച്ചു. റെഡി 1 2 3 സ്റ്റാർട്ട് പറയുമ്പോൾ റെഡി 1 2 3 സ്റ്റാർട്ട്. കൈ ഓക്കെ. കേക്ക് കഴിക്ക്, കേക്ക് നല്ല കേക്ക്. ഇവിടെ പുറത്ത് വരാം 1900 ഇതുവരെ ലോകം കാണാത്ത വ്ലോഗ് ഇവിടെ അവസാനിക്കാൻ പോവാണ്. ഇവര് വീട്ടിലേക്ക് പോവാണ്. കൊച്ചിയിലേക്ക് പോവാൻ. നാളെ മലപ്പുറത്ത് ഇവരുടെ ഇനാഗ്രേഷൻ ഉണ്ട്. മലപ്പുറത്ത് ഇവരെ കാണാൻ മലപ്പുറം കത്തിക്കാൻ ഇവര് വരുന്നുണ്ട്. ഈ വ്ലോഗ് കഴിയുമ്പോഴത്തേനും അറിയാൻ പറ്റും കത്തിച്ചോ ഇല്ലയോ, കത്തിച്ചാമ്പലായോ, അത് 4 പേരുള്ള ഇനാഗ്രേഷൻ ആണോ 10 പേരുള്ള ഉണ്ടോ അതെ.